ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. മാർച്ച് 8 അന്തർദേശീയ വനിതാ ദിനമാണല്ലോ. അന്തർദേശീയ വനിതാ ദിനത്തെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിൽ വനിതകളുടെ ഒരു വലിയ സമരം നടക്കുകയാണല്ലോ. 2 ആഴ്ച പിന്നിട്ട വനിതകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു സമരം തിരുവനന്തപുരത്ത് അരങ്ങ് വാഴുന്ന ഈ അവസരത്തിൽ ആണ് അന്താരാഷ്ട്ര വനിതാ ദിനം കടന്നു വന്നിരിക്കുന്നത്. അതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിക്കുകയാണ്. 1909 ഫെബ്രുവരി 28 അമേരിക്കയിലാണ് ആദ്യത്തെ വനിതാ ദിനം ആചരിച്ചത്. ഒരു വർഷം മുൻപ് അമേരിക്കയിലെ തുണിമില്ലിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾ ന്യൂയോർക്കിൽ ഒരു റാലി സംഘടിപ്പിച്ചു. കൂടുതൽ നേരത്തെ ജോലിയും തുടർച്ചയായ തുച്ഛമായ വേതനവും അംഗീകരിക്കാൻ ആവില്ല എന്നായിരുന്നു റാലിയുടെ പ്രധാന ആവശ്യം. ആ റാലി ഒരു സമരരൂപത്തിൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടർന്നു. അതൊരു പടർച്ച അതിനുണ്ടായി. ആ റാലിക്ക് അതൊരു സമരം രൂപത്തിലായി. അത് കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ അടുത്തടുത്ത രാജ്യങ്ങളിലേക്ക് പകർന്നു. അങ്ങനെ അത് ലോകത്തിൻ്റെ പല ഭാഗത്തും അതിനെ തുടർന്ന് റാലികൾ സംഘടിപ്പിച്ചു. വോട്ടവകാശം, തുച്ഛമായ വേതനം, സ്ത്രീകളുടെ വോട്ടവകാശം, തുച്ഛമായ വേതനം, തൊഴിൽ സാഹചര്യം മികച്ചതാക്കുക എന്നൊക്കെ ആവശ്യങ്ങൾ സമരക്കാർ ഉയർത്തി. ഈ സമരങ്ങളുടെ ഒക്കെ ചുവട് പിടിച്ചാണ് യൂറോപ്പിലെ വനിതാ ദിനം ആചരിച്ചു തുടങ്ങിയതെങ്കിലും 1975 ഐക്യരാഷ്ട്ര സഭ ഔദ്യോഗികമായി വനിതാ ദിനം മാർച്ച് 8 ആചരിച്ചു തുടങ്ങിയത്. അപ്പോൾ ഏകദേശം 1909 തുടങ്ങി ഈ സമരം ഐക്യരാഷ്ട്ര സഭ അംഗീകരിക്കുമ്പോഴേക്കും 1975 ഏകദേശം 66 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് വനിതാ ദിനം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചതും ആചരിച്ചു തുടങ്ങിയതും. 1975 ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായി വനിതാ ദിനം ആചരിച്ചു തുടങ്ങി. മാർച്ച് 8 പ്രഖ്യാപിച്ചു. എന്നിട്ടും 1977 മുതലാണ് അത് കലണ്ടറിൽ വന്നു തുടങ്ങിയത്. അപ്പോൾ 1977 മുതലാണ് ലോകമൊട്ടുക്കും അത് ആചരിച്ചു തുടങ്ങിയത് എന്ന് ചുരുക്കം. വനിതാ ദിനം തുടങ്ങിയത് സ്ത്രീകളെ അംഗീകരിക്കാൻ വേണ്ടി ആദരിക്കാൻ വേണ്ടിയല്ല, സ്ത്രീകളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ, സമൂഹത്തിൽ നേരിടുന്ന അസമത്വങ്ങൾക്കും അടിച്ചമർത്തലിനും തുല്യത കൈവരിക്കുവാൻ ശബ്ദമുയർത്തുന്നതിന് ഒരു സമൂഹത്തെ ഉണർത്തുവാനുള്ള ദിവസമാണ് അന്താരാഷ്ട്ര വനിതാ ദിനം. 2011 അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബറാക് ഒബാമ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ 100ാം വാർഷികം അനുസ്മരിച്ചുകൊണ്ട് മൊത്തം മാർച്ച് മാസത്തെ വനിതാ ചരിത്രമാസമായി പ്രഖ്യാപിച്ചു. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ചരിത്ര വഴികൾ. 2025 വനിതാ ദിനം തീം ലിംഗസമത്വത്തിനുള്ള ദ്രുത നടപടികൾ ആവശ്യപ്പെടുന്ന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുക എന്നതാണ് ഇപ്രാവശ്യത്തെ മുദ്രാവാക്യം. ഇന്ത്യയെ സംബന്ധിച്ച് വനിതാ ദിനത്തിൽ ഇപ്രാവശ്യം നമ്മുടെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയും മുഴുവൻ വനിതകൾക്ക് അടങ്ങുന്ന 2500ഓളം വനിതാ ഉദ്യോഗസ്ഥർ മാത്രമടങ്ങുന്ന ഒരു ടീമിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ വനിതാ ദിനത്തിൽ പ്രധാനമന്ത്രിയുടെ മുഴുവൻ സുരക്ഷാ ചുമതലയും വനിതകൾക്കായിരിക്കും എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി. ഇങ്ങനെയൊക്കെയാണ്. ഇത്രയൊക്കെ വനിതാ ദിനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് വാചാലനായി എങ്കിലും നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗൗരവത്തിലെടുത്ത് പരിഹാരം കാണും എന്ന പ്രത്യാശയും പ്രകടിപ്പിക്കുകയാണ്. തീർച്ചയായും ആശാവർക്കർമാരുടെ സമരം അഡ്രസ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. നന്ദി, നമസ്കാരം.